വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ വാഗ്ദാനവും ഇരിക്കട്ടെ, കുറച്ച് വിവരക്കേട് കാണിക്കാനുള്ള വിവരമുണ്ടോ ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഒരു ഒറ്റ മൈൻഡ് കൊണ്ട് കേരള സിനിമയെ, ഇന്ത്യ സിനിമയെ തന്നെ പിടിച്ചു നിർത്താൻ കഴിവുള്ള നമ്മുടെ രേണുസുതിയെ എന്താ ഉറക്കം വരുന്നു. ആരൊക്കെയായത്? മൊത്തം സെലിബ്രിറ്റികളുണ്ടോ? ഇത് കുടുംബയോഗമാണോ? കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. ഇത് വേണം. രേണു ചേച്ചിയുടെ കുറച്ച് ക്യൂട്ട്നെസ്സും കുറച്ച് വിവരക്കേടും അലിൻ ജോസ് അണ്ണന്റെ കുറച്ച് പാട്ടും കൂടെ ആയപ്പം പൂർത്തിയായി. ഇത്ര ചേച്ചിയുടെ ഏക എതിരാളി രേണുസുതി. നല്ല കഴിവുണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിൽ ഇരുന്ന് അങ്ങ് പാടിയ പോരെ. എന്തത്തിനാ പാടി റീൽസ് ഇട്ട് നമ്മളെ കൂടെ കാണും. ഇപ്പോൾ കുടുംബശ്രീ ചേച്ചിമാർക്ക് ഇതിനേക്കാളും വിവരം വെച്ചു തുടങ്ങി. പിന്നെന്താ ഇവർക്ക് മാത്രം വിവരം വെക്കാത്തേ? ഇവർക്ക് പ്രായം കൂടുന്തോറും ബുദ്ധി കുറഞ്ഞു വരും. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ എനിക്ക് ആൻസർ പറയാൻ പറ്റും. ഇനി അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഇനി അതും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരാളെ കൂടെ കിട്ടിയില്ലേ ഇങ്ങനെ റീൽസും വിവരക്കേടും കാണിക്കാൻ വേണ്ടി. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. ഒന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്നവർക്കൊക്കെ പൈസ കൊടുത്താന്ന് ഇത് പറയിപ്പിക്കുന്നേ? അതെ, ഇത് കളഞ്ഞു ഇല്ലെങ്കിൽ അവർക്ക് കണ്ണിന് കാഴ്ചയില്ലയോ? എന്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരു 50 പറയും കേട്ടോ. 50 പറയും. പക്ഷെ ബുദ്ധിയെ കുറിച്ചും വിവരത്തെ കുറിച്ചും ചോദിച്ചാൽ ഞാൻ ഒരു 4 വയസ്സ് പറയും, അല്ലെങ്കിൽ 5 വയസ്സ്. അതിനപ്പുറത്തോട്ട് ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. എന്നോടിത് വേണ്ടായിരുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.